വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് ഒരു ജയ് ഗുരു ബസ്സുമായിട്ടാണ് ഗൈസ്. നമ്മുടെ ജയ് ഗുരു എപ്പിസോഡ് 2 ആണ് ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ. അതായത് നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ബസ് നമ്മുടെ ഗാങ്സ്റ്റർ ആണ് ഗൈസ്. നമ്മുടെ ജയ് ഗുരു ഗാങ്സ്റ്റർ ആണ് ഗൈസ്. ഓക്കെ, നമ്മളിന്ന് നമ്മുടെ ആൾക്കാരെയും കൊണ്ടൊന്നും അല്ല പോകുന്നത് ഗൈസ്. നമ്മളിന്ന് കളിക്കുന്ന മോഡ് മാപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഈ ഒരു വണ്ടി ടെസ്റ്റിങ്ങിന് എടുക്കുവാണ് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് വാങ്ങണം. ഓക്കെ, നമ്മൾ ഈ വണ്ടി ടെസ്റ്റിങ്ങിന് എടുക്കാൻ വേണ്ടി അത്യാവശ്യം കുന്നും കുഴിയുള്ള ഒരു നല്ല കിടിലൻ റോഡിൽ കൂടെയാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് കുറച്ച് ദൂരമേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ കണ്ടെന്നാൽ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് നോക്കിയാൽ കിടിലുമാണ്. ഓ ഗൈസ്, നമുക്ക് പതുക്കെ ഇറക്കാം നമ്മുടെ വണ്ടി. ഗൈസ് അപ്പോൾ നമ്മൾ ഈ വഴി നേരെ ഊട്ടിക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്, നമ്മൾ 1K സബ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ താങ്ക് യു ഫോർ ദി സപ്പോർട്ടിങ് ഗൈസ്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി തട്ടിയില്ല തട്ടാതെ നമുക്ക് എങ്ങനെയാണ് പോകണം ഗൈസ്. നല്ല കുന്നും കുഴിയുള്ള നല്ല കിടിലം വഴിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഗാങ്സ്റ്റർ. ഓക്കെ ഗൈസ്, നല്ല കിടിലം വഴിയാണ് ഗൈസ്. കിടിലം വഴി, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല ഗൈസ്. നല്ല സെറ്റപ്പ് വഴി. ഇത്രയും കുന്നും കുഴിയുള്ള വഴി വേറെ എവിടെയില്ല ഗൈസ്. ഓക്കെ ഈ സൈഡ് നമ്മുടെ വണ്ടിയുടെ ലുക്കും അതുപോലെ ഈ പ്ലേസിൻ്റെ ലുക്കും എങ്ങനെയുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സെറ്റപ്പ് പ്ലേസ് അല്ല ഗൈസ്. ഈ മാപ്പ് മോഡ് മാപ്പാട്ടോ ഗൈസ്. നമ്മൾ മോഡ് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മോഡ് മാപ്പിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കളിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടംപോലെ വണ്ടിയുടെ ഇടികൾ കാണും. അതായത് ഇഷ്ടംപോലെ തട്ടലും മുട്ടലുകളും ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. ഓക്കെ, നിങ്ങളത് കാര്യമാക്കാൻ നിൽക്കണ്ട. കണ്ടോ, ജസ്റ്റ് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇടിച്ചു, വേറെ ഇഷ്യൂ ഒന്നും ഇല്ല ഗൈസ്. ജസ്റ്റ് കുണ്ടും കുഴിയുള്ള വഴിയായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഓടിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ടയർ ഒരു കുഴി തട്ടിപ്പാർ സൈഡിലോട്ട് തിരിക്കും. ഓക്കെ, അവിടെ ഒരു ട്രാഫിക് വരുന്നുണ്ട്. എന്ത് ട്രാഫിക്കാന്ന് എനിക്ക് ചെറുതായിട്ട് ഇടിച്ചു. ഷിറ്റ്, ഇതൊരു വണ്ടി വരുന്നുണ്ട്. ചേട്ടാ ഇടിക്കരുത്, അവിടെ വണ്ടി നിർത്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ഒതുക്കി തരാം ചേട്ടാ, എന്നിട്ട് കയറി പൊക്കോ. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ട്രാഫിക് നടന്നിട്ടുണ്ട്, അതാണ് നമുക്ക് വണ്ടി പോകാൻ പറ്റാത്തത്. ഇപ്പം ഞാനൊരു ട്രാഫിക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സാരില്ല. ഇവർ ട്രാഫിക്കെല്ലാം 5 രൂപയൊക്കെ പൊക്കോളും. അവിടെ എന്നാ ട്രാഫിക് എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഓട്ടോയ്ക്ക് അങ്ങ് കയറിയാലോ. സാധാ ഇനി നടക്കത്തോളം തോന്നുന്നു ഗൈസ്. നമുക്ക് ഓട്ടോയ്ക്ക് തരാം. വണ്ടി വരുവാണെങ്കിൽ നമുക്ക് ആ സൈഡിൽ വല്ലതും ഒതുക്കാം ഗൈസ്. അവിടെ ഒരു ബസ് സ്റ്റാൻഡാണ്. നമുക്ക് അങ്ങോട്ട് കയറി വല്ലതും ഒതുക്കാം. ഓക്കെ, ഇപ്പം അങ്ങോട്ട് കയറ്റുന്നില്ല, ഞാനിപ്പോൾ നേരെ പോവാം. തട്ടല്. ഓക്കെ, തട്ടില്ല. അവിടെ നിന്ന് ഇപ്പോൾ വണ്ടി വന്നാൽ മുഞ്ചു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. ചേട്ടാ ഇടിക്കരുത്. ഇടിച്ചു. പുള്ളി ബാക്കി വന്നിടിച്ചു. എൻ്റെ ദൈവമേ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് അങ്ങനെ ഉണ്ട്, കിടിലല്ലേ. ഇസ് വേറെ ലെവൽ വണ്ടി. ഈ പ്ലേസ് സെറ്റ് പ്ലേസ് കേട്ടോ, പക്ഷെ വഴി കൊള്ളത്തില്ല. ഈ ഒരു വഴി നല്ല ടാറിട്ട വഴിയാണെന്നെങ്കിൽ സെറ്റപ്പ് ആയാണ്. ഗീസ് മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മഴ വരുന്നുണ്ട് ഗീസ്. ഇടിക്കരുത്. ഓക്കെ, ഓഫ് റോഡ് മാപ്പാട്ടോ. ഓഫ് റോഡ് മാപ്പാണ്. ഓക്കെ ഗൈസ്, ഇതൊരു ജംഗിളിനകത്തൂടെ പോകുന്നു കേട്ടോ. ഈ ഒരു വണ്ടി ഇപ്പോൾ ജംഗിളിനകത്തൂടെയാണ് പോകുന്നത്, ജംഗിളിനകത്തൂടെ. ഓക്കെ ഗൈസ്, ഗാങ്സ്റ്റർ എന്നൊക്കെ എഴുതിയിരിക്കുന്ന നോക്കി സെറ്റ് ഗൈസ്. പിന്നെ നമ്മുടെ വൈപ്പറയിലൊക്കെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ഗൈസ്. നമ്മുടെ വൈപ്പറയിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. സെറ്റ്. കിടിലം വളവുകളൊക്കെയാണ് ഗൈസ്. നല്ല കിടിലം വളവുകളാണ്. കണ്ടോ വണ്ടിയൊക്കെ ഗൈസ്. ആ ടിപ്പർ കയറി വന്ന് നിങ്ങൾ കണ്ടോ. പകുതി റോഡിൽ കൂടെ അല്ല വന്ന്, നമ്മളും റോഡിൽ കൂടെ അല്ല വണ്ടി എടുക്കുന്നത്, അത് വേറെ കാര്യം. ഗൈസ് നല്ല പാടായിട്ടില്ല കേട്ടോ വണ്ടി ഓടിക്കാൻ. ഗൈസ് നമ്മുടെ വൈപ്പറെ ലൈറ്റ് കത്തുന്നുണ്ടോ. ഇടിക്കരുത്. ഇടിച്ചില്ല. സെറ്റ്. നമ്മൾ തന്നെ പ്രോ റൈഡറാണ് ഗൈസ്. നമ്മൾ പ്രോ ഡ്രൈവറാണ്. നമ്മുടെ സ്മൈലികളൊക്കെ കിടന്ന് ആടുന്നുണ്ട്. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടി പോകും ഗൈസ്. ഇനി നമ്മളൊന്ന് നോക്കുന്ന സ്പീഡിൽ പോവാണ് ഗൈസ്. പോലെ അയ്യോ, ബ്രേക്ക് കിട്ടുന്നില്ല. ബ്രേക്ക് കിട്ടി. ഓക്കെ, മഴ നിന്നിട്ടുണ്ടോ? ഇല്ല, മഴ നിന്നില്ല. ഓക്കെ ഇടിക്കരുത്. അടിച്ചു. ചേട്ടാ അവിടെ നിർത്തിയാൽ പോരെ ചേട്ടാ, എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഞാനീ ചോദിക്കുന്നത്. ഈ ഒരു ബസ് വളയ്ക്കുന്നതിൻ്റെ ഒരു ബഹുമാനം പോലും ആ ചേട്ടൻ തരുന്നില്ല. പൊന്നെ ചേട്ടാ, ഇത് സൈഡിൽ കൂടെ ബസ്സൊക്കെ എന്നാ സ്പീഡിലൊക്കെ പോകുന്നത്. നമ്മളൊന്നാ സ്പീഡിൽ പോകണം ഗൈസ്. നമുക്ക് സ്പീഡിൽ പോകണം. നമ്മൾ സ്പീഡിൽ പോയാൽ എവിടെയെങ്കിലും ചെന്ന് ഉറപ്പായിട്ടും വണ്ടി ഇടിക്കും, അത് വേറെ കാര്യം. ജസ്റ്റ് മിസ്സു.
ജസ്റ്റ് മിസ്സിന് അവിടെ ഇടിക്കാൻ പോയത്. അടുത്ത വളവ്. ഈ വളവെങ്കിലും മാക്സിമം ഞാൻ വഴി കൂടെ തന്നെ വളയ്ക്കാൻ നോക്കും. പോയി, അതും പോയി. ഓക്കെ, അങ്ങനെ ഈ വളവ് തട്ടിയില്ല. തട്ടി ചെറുതായിട്ടും തട്ടി. ചേട്ടന് വെള്ളത്തിനെങ്കിലും കടന്ന് അങ്ങോട്ട് കയറി വരാൻ. അത് നമ്മുടെ പ്രശ്നമല്ല ഗൈസ്. അത് ആ ചേട്ടൻ കയറി വന്നാൽ മര്യാദക്കടെ വണ്ടി നിർത്തിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്പീഡിൽ പോവുകയാണ്. വണ്ടി വരുന്ന കാണുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കും. ചിലയിടത്തൊക്കെ ഇങ്ങനെ നല്ല പരപ്പായിട്ട് വെച്ചിട്ടുണ്ട്, പരത്തി വെച്ചിട്ടുണ്ട് ചിലയിടത്ത്. ഈ റോഡൊന്ന് ടാർ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് കിടിലം വഴിയായിരുന്നു ഗൈസ്. ഈ ഒരു ജംഗലിൻ്റെ അകത്തൂടെ നല്ല കിടിലമായിട്ട് നമുക്ക് പോകാൻ പറ്റിയത് ടാർ ചെയ്തിരുന്നെങ്കിൽ. സീൻ സ്പോട്ടാട്ടോ ഇത്, സീൻ സ്പോട്ട്. ചെറുതായിട്ടൊന്ന് അറ്റം തട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മഴ നിന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വൈപ്പറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് കണ്ടോ, ഇപ്പോൾ ആ വണ്ടി ഓടിച്ച സ്ഥലം കണ്ടോ ഗൈസ്, നല്ല ടാർ ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ചിലയിടത്തൊന്നും അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, നല്ല പാടാണ് ഗൈസ് വണ്ടി ഓടിക്കാൻ. എന്നാലും നമ്മളിപ്പോൾ സ്പീഡിലാട്ടോ നമ്മൾ പോകുന്നത്, കാരണം അവിടുന്ന് വണ്ടികൾ കുറവാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലോ ആക്കണം, കാരണം അവിടെ ഒരു വളവ് വരുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ കണ്ടോ ഗൈസ്, അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. ഗൈസ് നല്ല കിടിലം വ്യൂ. നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടെന്ന് നോക്കിയാലോ. നമുക്ക് താഴോട്ടൊന്ന് നോക്കാം. ഇവിടെ കുറച്ച് കയറ്റി വണ്ടി അങ്ങ് നിർത്തിയിടാവേ. ഓക്കെ, നമുക്ക് ഇവിടെ വല്ലതും ഇവിടെ ഇട്ടാലോ. ഇവിടെ നിർത്തിയിട്ട് നോക്കാം, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ. ഉണ്ട്. ഓക്കെ, ആ പുള്ളിക്കാരൻ കണ്ടോ ഗൈസ്, ആ പുള്ളിക്കാരൻ നമ്മളെ വെട്ടിച്ച് കയറാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. പുള്ളി അവിടെ തന്നെ വണ്ടി ഇടിച്ച് കിടപ്പുണ്ട്. കുഴപ്പമില്ല, നല്ലതാ. ഇങ്ങോട്ട് പോയില്ല ബസ്സേ. ഇപ്പുറത്തോട്ട് പോവാ. ഓക്കെ, നല്ല കിടിലം വ്യൂ അല്ലോ ഗൈസ്. നല്ല താഴ്ചയുണ്ട് ഗൈസ്, അത് ഉറപ്പാണ്, നല്ല താഴ്ചയുണ്ട്. ഗൈസ് നമുക്കിവിടെ പോയേക്കാം. ഇല്ലേ, നമ്മളിവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രാഫിക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പോയേക്കാം. നമ്മൾ മാന്യന്മാരാണേ. ഒരു 3-4 ഇടി ഇടിപ്പിച്ചിട്ടേ ഉള്ളൂ, നമ്മൾ മാന്യന്മാരാ. ഓക്കെ നല്ല കിടിലം പ്ലേസ് അല്ലേ ഗൈസ്. നമ്മൾ മാക്സിമം സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ ടാറിങ് റോഡിലൊക്കെ നല്ല സ്പീഡിൽ പോയി പഠിച്ചുകൊണ്ട് കുറച്ച് സ്പീഡിൽ തന്നെ പോയി ഇടിക്കത്തില്ല. വളവ് ഞാൻ കറക്റ്റായിട്ട് വിളയ്ക്കും, കാരണം വണ്ടി വന്നില്ലാത്തതുകൊണ്ട് ഈ നല്ല കറക്റ്റായിട്ട് ഒരു വളവും കഴിഞ്ഞ് ഞാൻ വളച്ചു. എല്ലാ വളവിലും ഓരോ ഇടി വെച്ചെങ്കിലും കാണും. ഈ വളവ് കറക്റ്റായിട്ട് വളച്ചു, ഈ വളവും കറക്റ്റായിട്ട് വളയ്ക്കുമായിരിക്കും. വളച്ചു മീൻസ് അവിടെ അടുത്ത ഒരു ചെറിയ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ അടുത്ത ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ട്. മീൻസ് നമ്മളിടിച്ചല്ല കേട്ടോ, നമ്മളിടിച്ചല്ല, അവിടെ വേറെ വണ്ടി ഈ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് ആ വന്ന ബസ്സുകാരൻ ഇടിച്ചു. ഓക്കെ, സോ അയാൾക്ക് വേറെ ഒരു പണിയില്ല, വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലാണ്ടാണ് അയാൾ അവിടെ കൊണ്ടുപോയി തന്നെ ആ വളവിൽ തന്നെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പോയേക്കാം. ഓക്കെ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ആ വണ്ടിക്കാരനെ കണ്ടില്ല, പെട്ടെന്ന് ആ വണ്ടിക്കാരൻ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജസ്റ്റ് മിസ് ആ വണ്ടിക്കാരൻ ഇടിക്കായിരുന്നേ. പക്ഷേ ഈ ബസ്സുകാർക്കൊന്നും പുറപ്പിച്ച ബസ് വരുന്ന വണ്ടി. നമ്മളും ബൈ ദ വേ ബസ്സാണ് എടുത്തിരിക്കുന്നത്, നമുക്ക് പറപ്പിക്കാനുള്ള സ്പേസും ഇല്ല. നമ്മൾ പറപ്പിച്ച മിക്കവാറും നമ്മൾ താഴത്തെ റോഡിൽ ചെന്ന് കിടക്കും. ഓക്കെ ഇപ്പം നമ്മൾ മാക്സിമം സ്പീഡിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ഇവിടെയും ചെന്ന് ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇടിച്ചു. ബ്രേക്ക് കിട്ടിയില്ല, വേറെ ഒന്നും അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ചെന്ന് ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, വളയ്ക്കാം. ഫ്രണ്ടിൽ വണ്ടി വന്നാൽ നമ്മൾ വിട്ടു, വണ്ടി വന്നില്ല. ഓക്കെ സെറ്റ്. ഓക്കെ, നമ്മുടെ ലൈഫ് 68%. 100%-ൽ വണ്ടി എടുത്തതായിരുന്നു, ഇപ്പം 68%. സ്വാഭാവികം ഗീസ്. പക്ഷെ നമ്മൾ ഒരു ട്രിപ്പെങ്കിലും നമ്മളെ 100% തുടങ്ങി 100% തന്നെ തീർത്ത് ഗീസ്. ഒരു KSRTC ട്രിപ്പാന്ന് തോന്നുന്നു. 100% നമ്മൾ തുടങ്ങി, പക്ഷെ 100% തീർക്കുകയും ചെയ്തു ഗീസ്. ഞാൻ ഒരിടി പോലും ഇടിപ്പിച്ചിട്ടില്ല വണ്ടി, അല്ല കറക്റ്റായിട്ട് ഞാൻ ആ വണ്ടി കൊണ്ടുപോയി. അതുപോലെ ഈ വണ്ടി ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല ഗീസ്, കാരണം ഈ ഒരു വഴിയിൽ നമുക്ക് ഒരിക്കലും ഒരു ചെറിയ തട്ടെങ്കിലും തട്ടാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല.
അതിനെ പറ്റിയ വണ്ടി എവിടെ നിർത്തിയിട്ടേക്കുന്നത്? ഇടിച്ച് നിർത്തിയിട്ടേക്കുന്നതാണോ അതോ പണി കിട്ടിയതാണോ? നമുക്കൊരു കാര്യം സൈഡ് പിടിച്ച് പോവാം. ഓക്കെ, ഇതെന്നാ ഈ ബസ് ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത്? ഓ, ഈ ബസ്സൻ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നതെന്ന്. ഉയ്യോ, പണി വാളയോ, കുറച്ചുകൂടെ പുറകോട്ട്. ഓക്കെ, മതി 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 മതി, ഇല്ലെങ്കിൽ ഞാൻ ബാക്കിൽ തൽക്കാറുണ്ട് തട്ടും. ഓക്കെ, സൈഡിൽ കൂടെ ഇറങ്ങാം. തട്ടിയില്ല, ജസ്റ്റ് മിസ്. ഓക്കെ ചേട്ടാ, ഇങ്ങനെ കൊണ്ട് നിർത്തിയിടല്ലേ ചേട്ടാ. ഓക്കെ, ഇപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. നല്ലത്, ഈ വഴിയിൽ നല്ല ബ്ലോക്ക് വന്നാൽ നമ്മൾ പെട്ടുപോകും ഗൈസ്, അത് ഉറപ്പാണ്. ഈ വഴി ബ്ലോക്ക് വന്ന് നമ്മൾ പെട്ടുപോകും. ഓക്കെ, നല്ല കിടിലോട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ജയ്ഗുരു നല്ല സെറ്റപ്പ് ഹോസാണ് കേട്ടോ. ഓക്കെ, നല്ല കിടിലോട്ട് നമുക്ക് ഈ ജയ്ഗുരു ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സെറ്റപ്പായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി. ഓക്കെ, ഇടിക്കരുത്. സെറ്റ്. ഓക്കെ ഗസ്, ഇനിയും ജയ്ഗുരു ബസ്സിൻ്റെ വീഡിയോയോ കൊമ്പൻ ബസ്സിൻ്റെ വീഡിയോയോ ഏതെങ്കിലും ബസ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗസ്. ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. എനിക്ക് മോഡ് കിട്ടുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും ഗസ്. കൊമ്പൻ്റെ ഇനിയും വേറെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗസ്. കൊമ്പൻ്റെ വേറെ വല്ലതും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗസ്. ഓക്കെ, ഇവിടെ അടുത്തൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഗസ്. തമ്പിനേലായി ഗസ്, തമ്പിനേലായി ആക്സിഡൻറ്റ്. ഓക്കെ, ഓടിച്ചു ചെറുതായിട്ടും തട്ടി. ഓക്കെ ഓക്കെ, ഈ വണ്ടിക്കാരൻ പണിയൊന്നും തോന്നുന്നു. എനിക്ക് തോന്നുന്നു റിവേഴ്സ് എടുത്തിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ ഗീസ്, നമുക്ക് റിവേഴ്സ് എടുത്തേണ്ടി വരുമോ? റിവേഴ്സ് എടുക്കേണ്ടി വരും. ഓക്കെ ചേട്ടാ, ഈ കാറുകാരൻ എൻ്റെ ഇടയ്ക്ക് കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നു. ചേട്ടാ റിവേഴ്സ് എടുക്കുക ചേട്ടാ. കാറ് ചേട്ടാ, റിവേഴ്സ് എടുക്ക്. ചേട്ടാ കുറച്ചുകൂടെ പോട്ടെ. മതി, ഞാൻ കയറി പോകാൻ നോക്കാം. ഓക്കെ, നമുക്ക് കയറി പോകാൻ നോക്കാം. പുള്ളിക്കെട്ടിന് തട്ടായിരുന്നു മതിയായിരുന്നു. ഓക്കെ, പുള്ളിക്കെട്ട് തട്ടിയിട്ടുണ്ട്. ഈ ട്രിപ്പറൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ജസ്റ്റ് മിസിനൊക്കെയാണ് രക്ഷപ്പെടുന്ന ഉള്ളിലേക്ക്. ഓക്കെ അടുത്ത വളവ് മഴ തുടങ്ങിയിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്. സിമ്പിൾ സ്പീഡ് കൂടി ഐസ് ഇടിച്ചിട്ടുണ്ട്. റിവേഴ്സ് എടുത്തു. ഇവിടെ കയറ്റിക്കൊണ്ട് വരാതെടോ, ഇയാളൊരു ശല്യമായല്ലോ. ഇയാൾ കയറ്റി വരുവാണോ? തനിക്കിട്ട് ഇടിച്ചു, വേറെ വഴിയില്ല. ഓക്കെ ഗീസ്, എനിക്ക് മറ്റേ വാഗമൺ ഓഫ് റോഡ് വഴിയില്ലേ അതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ഗീസ്. വാഗമൺ ഇങ്ങനെ ഓഫ് റോഡ് വഴിയാണ് ഗീസ്. അത് നമ്മുടെ ജീപ്പയിലൊക്കെ കൊണ്ടുവന്ന് അത് ഓർമ്മ വരുന്നു ഗീസ്. ഓക്കെ ഗീസ്, നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്യാറായി കേട്ടോ. തൽക്കാലം നമ്മുടെ വണ്ടി ഒരു നല്ല സ്ഥലത്ത് കൊണ്ട് നിർത്തി നമുക്ക് നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്യണം. കാരണം കുറേ നേരമായി ഗീസ്. ഈ വഴി കൂടെ കറക്റ്റായിട്ടൊന്നും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഗീസ്. ഓക്കെ, ഇവിടെയൊക്കെ വന്നപ്പോൾ അത്യാവശ്യം വീതിയുണ്ട്. ബട്ട് ഓക്കെ, അടുത്ത വളവ് ഗീസ്. ഇവിടെ ഏറ്റവും കൂടുതലും വളവാണ് കേട്ടോ. നമ്മൾ വണ്ടി വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു, വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളവിലെല്ലാം പെടും ഗീസ്. ഓക്കെ, മാക്സിമം വളവുകളിലും ഗീസ് ഇങ്ങനെ ഒരു മിറർ വന്നിട്ടുണ്ട് അവർ. ഓക്കെ, നമ്മുടെ ഈ റോഡിൽ മറ്റേ വളവിലൊക്കെ ഹെയർ പിന്നിലൊക്കെ വരുന്ന ഒരു കിടിലം മിററില്ലേ, ആ മിറർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു വളവ് കൂടെയുണ്ട്. ഓക്കെ, ഈ വളവും കൂടെ വിളയ്ക്കാം. ഓക്കെ, ഇനിയും വളവുണ്ട് ഗീസ്. ഈ വളവുകൾ ഏറ്റവും കൂടുതലുണ്ട്. ഇവിടെ ഒരു മിറർ വന്നിട്ടുണ്ട്. മിറർ കൂടെ പക്ഷെ ഒന്നും കാണത്തില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയോജനമില്ല. നമ്മളീ അറിയാതെ ഈ കാടിലോട്ട് കയറിപ്പോകും ഗീസ്. ഫുള്ള് വളച്ച് കഴിയുമ്പോഴത്തേന് സ്റ്റിയറിങ്, അതുകൊണ്ട് നമ്മൾ പകുതി വളച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ വീട് വലിച്ചു, അന്നേരം തന്നെ വളഞ്ഞ് വന്നോളും വണ്ടി. ഇതൊക്കെ എന്നാ സൂപ്പർ. ആൾ ഇടയ്ക്കൂടെ കയറി വന്ന് ഇടിയും വാങ്ങിച്ചുകൊണ്ട് പോയി, അത് നല്ലതാണ്.
ചേട്ടനായിട്ടും കിട്ടിയില്ലേ? ഒരു ബസ് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു വിവരം പോലും കാണിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇവിടെയൊക്കെ കണ്ടോ, നമ്മൾ നിർത്തി കൊടുക്കുന്നുണ്ട്, ശവരോട്ട് നിർത്തി തരുന്നില്ല. എന്നാ കേസ്? ഓക്കെ, ചെറിയൊരു കയറ്റം. ഓക്കെ ഓക്കെ. നമ്മുടെ ജയ്ഗുരു ബസ് ഇങ്ങനെ ഉണ്ട്, നല്ല കിടിലൻ ബസ്സല്ലേ? സെറ്റ് ഗ്യാങ്സ്റ്റർ. നമ്മളിതിനു മുമ്പ് ജയ്ഗുരു എടുത്തിരിക്കുന്ന ജിന്നാന്ന് തോന്നുന്നു, ജിന്നാണ് ജയ്ഗുരു ജിന്ന്. ഇത് നമ്മുടെ ജയ്ഗുരു ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ ബസ്. ഓക്കെ. ഓ സൂപ്പർ. നമ്മൾ മറ്റേ വോൾ റൈഡില്ല, വോൾ റൈഡൊക്കെ ചെയ്യുന്ന പോലെ ബസ്. ഓക്കെ, നല്ല സ്പീഡിൽ തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ 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 ഗീസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സൊക്കെ നന്നായിട്ട് കാണും, അത് നിങ്ങൾ കാര്യമൊക്കെ നിൽക്കണ്ട. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഇടിച്ചു, വേറെ ഇഷ്യൊന്നുമില്ല. ഗീസ് അവിടെ വെള്ളം കിടപ്പുണ്ടോ? വെള്ളം കിടക്കുന്നുണ്ടോ? നമ്മുടെ വണ്ടി വെള്ളം തെറിപ്പിക്കും നോക്കാവേ. ഇല്ല, വെള്ളം തെറിപ്പിച്ചില്ല. ശേ, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ വണ്ടിയൊക്കെ പോകുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് വെള്ളമൊക്കെ തെറിപ്പിച്ച് പോകത്തില്ലേ, ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കിടിലമായേനെ. ഇത് പിന്നെ അടുത്തൊരു കയറ്റം വരുന്നുണ്ട്, ക്ലൈംബ്. ഓക്കെ, ചെറിയൊരു ക്ലൈംബ് കേട്ടോ. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ക്ലൈമ്പിൻ്റെ കൊണ്ടേ വണ്ടി നിർത്താം, അതാകുമ്പോൾ ആർക്കും വലിയ ശല്യമില്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, വണ്ടിയൊക്കെ പോകുമായിരിക്കും. ഓക്കെ സാർ, ഇത്രയൊക്കെ നമ്മൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണമെങ്കിൽ. ഇനി നമ്മൾ ഗോയിങ് ടു 2K ആണെങ്കിൽ 2K സബ്ബാണ്. എല്ലാവരും സബ് അടിക്കണം. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ടേ ഗൈസ്. ഓക്കെ ബൈ.